ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിയിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിൽക്കുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ചാർട്ടർ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. അവിടെയായി ഇന്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. വീഡിയോയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ മരങ്ങളായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറിൻ്റെ പെയിൻറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഡോർ ഫിറ്റ് ചെയ്യാനുണ്ട്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തന്നെയാണ്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള 3 ബെഡ്റൂം വീടുകളെ അപേക്ഷിച്ച് വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കാണാം. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഹോളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് അവിടെയായി ഒരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. മനോഹരമായ ഗ്രീനിഷ് കളറോടുകൂടി വരുന്ന കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വരുന്നതും ഈ ഒരു മൂലയിലായിട്ടാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി വരാം. താഴെ ഒരു ബെഡ്റൂമാണ് വരിക. 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലിനായി വുഡും GA പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. കയറി വരുന്നത് ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഈ ഭിത്തിയിലായി ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരിക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും ലഭ്യമാണ്. ഇനി നമുക്ക് വീടിന്റെ 3ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അത് ഈ ഒരു ഭാഗത്തായാണ് വരിക. ഇത് ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും വലിപ്പമുള്ള വിൻഡോയും ഇവിടെയും ലഭ്യമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപടി. അവിടെയായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാടടുത്ത് പുക്കാട്ടുപടിയിൽ നിൽക്കുന്ന 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 60 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.